SSK കുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസം, നല്ല മഴക്കാലം. കർക്കിടക മാസം എപ്പോഴും ആയുർവേദ ചികിത്സയ്ക്കും മരുന്നുണ്ടയും മരുന്ന് കഞ്ഞിയും മറ്റ് ഔഷധ പ്രയോഗങ്ങളും ഒക്കെ നടത്തപ്പെടുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. ആയുർവേദ ചികിത്സ എപ്പോൾ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ ഈ മരുന്ന് കഞ്ഞി കഴിക്കുന്നതും മരുന്നുണ്ട കഴിക്കുന്നതും മറ്റ് ചികിത്സാ രീതികൾക്കും കർക്കിടക മാസം എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മാസമാണ് കർക്കിടക മാസം കേരളത്തിലൊക്കെ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഈർപ്പം നിറഞ്ഞിട്ട് വെള്ളം കെട്ടിക്കിടന്നും ഈ മോസ്കിറ്റ് മറ്റ് ഇൻസെക്ട്സും ഒക്കെ വളരുന്നത് ഈ മാസത്തിൽ കൂടുതലാണ്, ഈ മഴക്കാലത്ത്. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഈ മാസത്തിൽ, കർക്കിടക മാസത്തിൽ കുറേ ഔഷധ സേവകൾ ചെയ്യും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മരുന്ന് കഞ്ഞി കഴിക്കുക, പത്തില തോരൻ വെച്ച് കഴിക്കുക, മരുന്നുണ്ട ഉണ്ടാക്കി കഴിക്കുക, ലഡ്ഡു, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കർക്കിടക മാസത്തിൽ ചെയ്തു പോരുന്ന കാര്യങ്ങൾ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഒരു സ്പെഷ്യൽ ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത്. മരുന്നുണ്ടാന്നും പറയാം ഇതിന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചു, നല്ലതുപോലെ വറുത്ത് മാറ്റി വെച്ചു. ചക്കക്കുരുവിൽ മറ്റ് നട്ട്സിലുള്ള അത്രയും വിറ്റാമിനും കാൽഷ്യം മിനറൽസും എല്ലാം ഉണ്ട്. ഇനി നമ്മൾ പിന്നെ വറുത്തത് കാഷ്യൂ നട്ടും കുറച്ച് ബദാമും വാട്ടർമെലൺ സീഡും സൺഫ്ലവറിൻ്റെ സീഡും മസ്ക് മെലൻ്റെ സീഡുമാണ്. അതും നമ്മൾ വറുത്ത് മാറ്റി വെച്ചു. ഇപ്പം നമ്മൾ വറുക്കാനെടുത്തത് ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, പിന്നെ ചതകുപ്പ, ഉലുവ, പിന്നെ ആശാലി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ റോസ്റ്റ് ചെയ്യുന്നത്. എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക്. പല മഴക്കാല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും, പിന്നെ കൈവേദന, കാലുവേദന, ഇടുപ്പ് വേദന, ഇത്തരം വേദനകൾ, വാതസംബന്ധമായ വേദനകളൊക്കെ കൂടുന്നത് ഈ മഴക്കാലത്താണ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇത്തരം ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്ത് മരുന്നുണ്ട, ലഡ്ഡു ഉണ്ടാക്കി കഴിക്കുന്നത്. ചതകുപ്പ, അയമോദകം, പിന്നെ ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഇതൊക്കെ ഈ വേദനകൾക്കൊക്കെ ശമനം കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് മില്ലറ്റിൻ്റെ ആട്ടയാണ്. അതായത് ജവാറിൻ്റെ ആട്ടയും പിന്നെ കുറച്ച് റാഗിയുടെ ആട്ടയും കൂടിയിട്ടാണ്. അത് ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ശർക്കര കുറച്ച് ഉരുക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. ചക്കക്കുരു വറുത്തതൊക്കെ തണുത്തു. ഇനി അത് പോള കളഞ്ഞ് അത് 2 പീസായി മുറിച്ചെടുക്കാം. എന്നാലേ നന്നായി മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടുള്ളൂ. നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സീഡ്സ് എല്ലാം കൂടി ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം തണുത്തു. ഇനി മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കാം. ഇനി കാഷ്യൂ നട്ട്, ബദാം, സൺഫ്ലവറിൻ്റെ സീഡ്, വാട്ടർമെലൻ്റെ സീഡ്, പംകിൻ സീഡ്, ഇതൊക്കെയാണ്. അതും നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചക്കക്കുരുവാണ് പൊടിച്ചെടുക്കുന്നത്. ചക്കക്കുരു നല്ലതുപോലെ പൊടിച്ച് അതും ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 4-5 ഏലക്ക കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച 2 തരം ആട്ടയുണ്ട്, ജവാറിൻ്റെയും റാഗിയുടെയും. ആ ആട്ടയിലേക്ക് നമ്മൾ ഈ പൊടിച്ച എല്ലാം ചേർത്ത് ഒന്ന് മിക്സാക്കാം. ഇനി അടുത്തതിൽ ആഡ് ചെയ്യുന്നത് ഞാൻ വെർജിൻ പ്ലസിൻ്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. കൊപ്ര ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിട്ടാലും കുഴപ്പമില്ല. ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അതിട്ടു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല പശുവിൻ നെയ്യാണ്. അതൊരു 3-4 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ നല്ലെണ്ണ, എള്ളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ളെണ്ണ നമുക്ക്
ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഈ സന്ധിവേദനയ്ക്കും മറ്റ് വേദനകൾക്കും ഒക്കെ നമ്മൾ ഈ എണ്ണ ചേർത്ത ലേഹ്യങ്ങളും ലഡ്ഡും മരുന്നുണ്ടയൊക്കെ കഴിക്കാറുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു കാര്യം മറന്നുപോയി എടുത്തു വെച്ചത് ചേർക്കാൻ, അത് എള്ളാണ്. എള്ള് കുറച്ചെടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ച് അതും കൂടെ നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് എടുത്തു വെച്ചു, പക്ഷേ മറന്നുപോയി. ഇനി എല്ലാം കൂടെ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി കഴിക്കുന്നതും മരുന്നുണ്ട കഴിക്കുന്നതിനും ഒക്കെ ഒരു സമയമുണ്ട്. ഒന്നുകിൽ 7 ദിവസം, അല്ലെങ്കിൽ 14 ദിവസം, അല്ലെങ്കിൽ 21 ദിവസം, അങ്ങനെയൊക്കെയാണ്. രാവിലെ എണീറ്റ് പല്ല് തേച്ച് ഉടനെ നമ്മൾ ഈ ലഡ്ഡു ഒരെണ്ണം കഴിക്കണം എന്നാണ് പറയുക. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിക്കണേ. ഞാൻ ഒരു ലഡ്ഡു നോക്കി ഓക്കെ. ഹെൽത്തി ലഡ്ഡു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിണ്ടായിരുന്നല്ലോ. ഇതെന്ത് വെച്ചിട്ടുണ്ടാക്കിക്കണേ? സൂപ്പറായിണ്ട്. എങ്ങനെയുണ്ട് പപ്പ? അല്ലേ? അമ്മ എങ്ങനെയുണ്ട്? ഊണ് കഴിക്കാൻ വന്ന നേരമായോണ്ട് ആളും എൻ്റെ കൂടെ ലഡ്ഡു നിർമ്മാണത്തിൽ കൂടി. ഓ ശരി. ലഡ്ഡു ഡബ്ബയിൽ നിറയ്ക്കണ പരിപാടി കുഞ്ഞാവ ഏറ്റെടുത്തു. കൗണ്ട് ചെയ്യേ, എത്ര ലഡ്ഡു കിട്ടി? 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. നമുക്ക് 3 പേർക്കും 7 ദിവസം കഴിക്കാനുള്ള ലഡു ഉണ്ട്. അത് കഴിച്ചോരെണ്ണം ബാക്കിയുണ്ടാവും. 21 മതി 7 ദിവസം കഴിക്കാൻ. പഴമയിലെ ആരോഗ്യശീലങ്ങൾ നമുക്കും ഒന്ന് പിന്തുടർന്ന് നോക്കാം. അപ്പം നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഔഷധ ലഡു റെഡിയായി.